ഇനി നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. അവിടെ കനത്ത മഴ തുടരുകയാണ്. 100-ലധികം വിമാനങ്ങളാണ് വൈകുന്നത്. യമുനയിൽ ജലനിരപ്പ് ഉയർന്നു. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്നും. അനൂപ്, ഇപ്പോൾ രാവിലെയുമൊക്കെ ദൃശ്യങ്ങൾ വരുന്നത് കണ്ടു. വലിയ തോതിൽ വെള്ളക്കെട്ട്, ഓവർബ്രിഡ്ജിൽ നിന്നൊക്കെ വെള്ളം കാര്യമായി താഴേക്ക് വീഴുന്നു. താഴെ റോഡാണെങ്കിൽ വെള്ളക്കെട്ട് നിൽക്കുന്നു. വാഹനങ്ങൾ അത് കടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുന്നു. ഇതിപ്പോൾ ഡൽഹിയിലെ ഏതൊക്കെ മേഖലകളിലാണ് വലിയ ദുരിതം ആളുകൾ അനുഭവിക്കുന്നത്? ഡൽഹിയിലാകെ മഴയുടെ ദുരിതം നേരിടുന്നു എന്നാണ് നമുക്ക് ഇന്ന് രാവിലെ കാണാൻ കഴിയുന്ന കാര്യം. ഞാനിപ്പോൾ ഉള്ളത് യമുന നദിയിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നദി വലിയ തോതിൽ നദിയിലൂടെ വെള്ളം ഉയർന്നു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി നദി വലിയ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രളയ മുന്നറിയിപ്പൊക്കെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇന്ന് വീണ്ടും സമാന സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 182 വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലേക്ക് ലാൻഡ് ചെയ്യേണ്ട 32 വിമാനങ്ങൾ വൈകിയാണ് ലാൻഡ് ചെയ്തത്. 15 മിനിറ്റിലധികമാണ് ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾ വൈകുന്നത് എന്നതാണ് ഒരു വിഷയം. എന്തായാലും ആകെ ജനജീവിതം താറുമാറായ അവസ്ഥയുണ്ട്. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ച് ഇന്നുള്ള ഒരു സൗകര്യം രക്ഷാബന്ധനായതുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് അവധിയാണ്. അതുകൊണ്ട് നഗരത്തിൽ കാര്യമായി വാഹനങ്ങളില്ല. അതുകൊണ്ട് ഗതാഗതക്കുരുക്കുന്നൊരു ആശ്വാസമുണ്ട് എങ്കിലും പല റോഡുകളും വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ യമുനയിലേക്ക് വരുന്ന വഴിയിൽ പലയിടത്തും റോഡ് മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസം ജനങ്ങൾ നേരിടുന്നു. ഇന്ന് റെഡ് അലേർട്ടാണ് ഡൽഹിയിൽ. എന്തായാലും യമുനയിൽ നമുക്ക് കാഴ്ച കാണാം. മരണാനന്തര ചടങ്ങുകളൊക്കെ കാര്യമായി നടക്കുന്ന സ്ഥലമാണ് യമുന. യമുനയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ നാട്ടുകാരനൊരു പ്രതികരണം എടുക്കാം. ബൈ कैसे? बढ़िया। ओ बारिश की वजह से पानी भरा हुआ जमुना जी पे, खतरे के निशान पे आई हुई जमुना मैया, और इसे हो गए करीब 1 हफ्ता हुए आया पानी. परसों बढ़ा हुआ था, आज उतरा है पानी. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചുകൂടി മുകളിലായിരുന്നു വെള്ളം ഉള്ളത്. എന്നാൽ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് കാര്യമായ മഴ പെയ്യാത്തതിനാൽ വെള്ളം കുറഞ്ഞു. പക്ഷേ ഇന്ന് വീണ്ടും മഴ പെയ്തത് കുറച്ച് പ്രയാസം ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് മുഴുവൻ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പുണ്ട്. മാത്രവുമല്ല, ഡൽഹിക്ക് പുറത്ത് ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ തന്നെ മഴ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഈ മേഖല അടുത്ത കുറച്ച് ദിവസങ്ങൾ കാര്യമായ പ്രശ്നമുണ്ടായിരിക്കുമെന്നത് കൊണ്ട് തന്നെ കനത്ത മുന്നറിയിപ്പ് നൽകുന്നു. ശരി, തലസ്ഥാനത്തും കനത്ത മഴ ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഗതാഗത തടസ്സമുണ്ടായി. 100ഓളം വിമാന സർവീസുകൾ വൈകുന്നു മോശം കാലാവസ്ഥയെ തുടർന്ന് എന്നതാണ് അനൂപ് ദാസ് പങ്കുവയ്ക്കുന്ന വിവരം.